ഇത് നമ്മുടെ മാൽദീവ്സിലെ അവസാനത്തെ വീഡിയോ ആണ്. അതായത് ഇത്രയും ദിവസം നമ്മളിവിടെ ഉണ്ടായിട്ട് ഒരു സ്പിയർ ഗൺ ഫിഷിങ്ങിന് പോയില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ്. കാര്യം അതേപോലെ കൺമുന്നിൽ തൊട്ട് മുന്നിൽ മീനുകളെ കാണുമ്പോൾ സ്പിയർ ഗൺ വെച്ചൊരു മീൻ പിടിക്കണ്ടേ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പിയർ ഗണ്ണിന് പോകണം. ജോഫിൻ സാറുണ്ട്, പിന്നെ നമ്മുടെ ബോട്ട് ഓടിക്കുന്ന അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അഹമ്മദ് എന്തെന്നാ സഹീർ എന്നാണ്. സഹീർ എന്നാണ് വരും. പക്ഷേ പുള്ളിനെ വിളിക്കുന്നത് സോംബി എന്നാണ്. പുള്ളി അങ്ങനെയാണ് ഇവിടെ നാട്ടിൽ വിളിക്കുന്നത്. എല്ലാവർക്കും ഓരോ വട്ടപ്പേരുകളുണ്ട്. ഓക്കെ, നമ്മൾ പോവുകയാണ്. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല, ബാക്കിയായിരിക്കും. ശരിക്കും ഒരു കാര്യമുണ്ട്, ഇവിടെ നിന്ന് നേരെ താഴേക്ക് നോക്കിയാൽ ശരിക്കും നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്ന് തന്നെ. പിന്നൊരു കാര്യം വെച്ചാൽ ഞങ്ങൾ രാവിലെയും പോയിട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങി വന്നത്, അതുകൊണ്ട് എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാനൊരു മടിയുണ്ട്. അപ്പോൾ ജോഫിൻ സാർ ഇറങ്ങുന്നുണ്ട്, ഞാൻ എന്തായാലും വെള്ളത്തിൽ ഇറങ്ങുന്നില്ല. അപ്പോൾ നാളെ നമ്മൾ വൈകുന്നേരം, നാളെ രാവിലെയാണ് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് അല്ലേ സാറേ? അതെ, രാവിലെ 6:30 നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോകും. യെസ്, ഫുള്ളി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം സ്പിയർ ഗണ്ണിൻ്റെ അതിൻ്റെ പുറകിലൊരു ഇത് കെട്ടിയിട്ടുണ്ട്, അതായത് നമ്മുടെ സ്പിയർ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. യെസ്, പാരറ്റ് ഫിഷ്. അതന്നെ വേണ്ട, പാരറ്റ് ഫിഷിനാണ് അടിച്ച് അവൻ്റെ കിളി പോയിട്ടുണ്ടാവും. സംഗതി മീനിനെ കാണാനൊക്കെ ഭയങ്കര രസമുള്ള മീനാണ് കേട്ടോ. അതുണ്ടോ, ശരിക്കും തത്തേനെ പോലെ തന്നെയാണ് ഈ മീൻ ഇരിക്കുന്നത്. ഉണ്ടോ, തത്തമ്മ ചുണ്ടുള്ള തത്തമീൻ. പിന്നെ ഇതിന് പല പല നിറങ്ങളാണിത്. ഉണ്ടോ, പല പല കളറിലുള്ള മീനാണിത്. പല പല കളറുകളാണ് ഇതിനുള്ളത്. പിന്നെ ഇത് കണ്ട ഒരു മഞ്ഞ കളറുള്ള സാധനം കണ്ട, ഇതിൻ്റെ വേസ്റ്റാണ്. ഭയങ്കര സ്മെല്ലാണ് ഈ സാധനം. ഇത് അടിച്ച് വയറൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഭയങ്കര ഒരുമാതിരി ഊളമണമാണ് ഈ സാധനത്തിന്. ബോട്ടിലേക്ക് ഇട്ടോ. ഇതെന്ത് മീനാണിത്? വിച്ച് ഫിഷ്? അതെ, ഇതിൻ്റെ പേര് എന്താണെന്ന് അറിയില്ല കേട്ടോ. മീനിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. പക്ഷെ ഇത് ഒരു നമ്മളിതുവരെ കാണാത്ത ഒരു തരം മോഡൽ മീൻ തന്നെയാണ്. ഫെൻഡർ, ദ ബോട്ട്, നോ പ്രോബ്ലം, അത് പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് മീൻ. എൻ്റെ പേരറിയില്ല, അവനും അറിയാമല്ല. ഈ ഏരിയയിൽ ഷാർക്കുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. 3 ഫീറ്റ്, 3 അടി നീളമുള്ള ഷാർക്കുകളുണ്ട് അല്ലേ? 3 ഫീറ്റ് ഷാർക്ക്. യെസ്, വൈറ്റ് ടിപ്പ് ആൻഡ് ബ്ലാക്ക് ടിപ്പ് ഷാർക്ക് ഈസ് ദെയർ. അപ്പം ഇവിടെ സൂക്ഷിച്ച് പോകേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഡേഞ്ചർ. ഷാർക്ക് വിൽ കം. ദ ബ്ലഡ്. യെസ്, അതെ, ബ്ലഡ്. മീൻ അടിച്ച് കഴിയുമ്പോൾ ബ്ലഡിൻ്റെ ഒരു ഇത് വരുമല്ലോ. പിന്നെ മീൻ കിടന്ന് പെട്ടക്കണ കാണുമ്പോഴേക്കും ഷാർക്ക് പെട്ടെന്നാണെങ്കിൽ പറന്നു വരും എന്ന് പറയണം.
യെസ് യെസ്. ഓമേ ഇതും പാരറ്റ് ഫിഷ് തന്നെയാണ്. വേണ്ട സംഗതി ഇതിപ്പം നമ്മുടെ അടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവനെയാണ് ഇപ്പം ശരിക്കും അധികം കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഇതിനെ തന്നെ അടിച്ചിട്ടുള്ളത്. വേണ്ട സംഗതി എന്ത് രസമാണല്ലോ സാധനത്തെ കാണാൻ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം ഗ്രില്ല് ചെയ്ത് കഴിച്ചായിരുന്നു. നല്ല സാധനത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല അടിപൊളി മീനാണ്. സ്റ്റാലിൻ ഡ്രോൺ ലാൻഡ് ചെയ്യിക്കാൻ നോക്കുകയാണ്. ഡ്രോൺ ലാൻഡ് ചെയ്യുന്നില്ല. അത് 8ൻ്റെ പണിയാണെന്ന് പറയണ സാധനം. അതിവിടെ നമ്മുടെ ബോട്ട് ഇവിടെ നനങ്ങിക്കൊണ്ടിരിക്കണോണ്ടാ. എന്താടാ വന്നില്ലേ? ഡ്രോൺ നമ്മുടെ തൊട്ടരിയിലുണ്ട്. പക്ഷെ ഇത് ലാൻഡ് ചെയ്യിക്കാൻ പറ്റുന്നില്ല. കൈ പിടിക്കാനൊന്നും പറ്റുന്നില്ല. കെയർഫുൾ. യെസ് പിടിച്ചോ. യെസ് പിടിച്ചു. ഓ എൻ്റെ പൊന്നോ, വിഷമിച്ചു കേട്ടാ ശരിക്കും. എൻ്റെ ഡ്രോണ് വെള്ളത്തിന്റെ നടക്കാണ്ട് സിഗ്നലും കിട്ടണല്ലോ, ഒന്നും കിട്ടണില്ല. GPS ഇല്ല. ചേഞ്ച് ആയിക്കൊണ്ടിരിക്കണം. ബോട്ട് കിടന്ന് നീങ്ങണായിരുന്നു ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിന് സെൻസർ ഓഫ് ആക്കി ഇട്ടിട്ടും ഇത് സെൻസ് ചെയ്യണം. മാങ്ങാത്തൊരു സമാധാനായി. എന്തുപറ്റി? What happened? നോക്ക്. ഓ engine side. കേറ്. മടുത്തെങ്കിൽ കയറാൻ പറ, കുഴപ്പമില്ല. നോ പ്രോബ്ലം. പക്ഷെ വലിയൊരു സാധനമായിരുന്നു. ഗ്രൂപ്പർ. ഓക്കെ, ഹെവി ഒരു ഗ്രൂപ്പറിനെ കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് കുഴപ്പമില്ല. ഇവിടെ രണ്ട് ഐലൻഡ് തമ്മില് ഇതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പിൽ ഭയങ്കര കറണ്ടാണ്. അതെ, അടിയിൽ ഭയങ്കര ഒഴുക്ക്. അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് ആ ഒരു ഈ സാധനത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഗുഡ്, അടിപൊളി. ഓക്കെ, അപ്പം നമ്മൾ തിരിച്ചു കയറുവാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നാളെ രാവിലെ തിരിച്ച് പോവും. അപ്പോൾ ജോഫിൻ സാറും നമ്മുടെ കൂടെ വരുന്നുണ്ട് അല്ലേ സാറേ? ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രാവിലെ കാണാം. ഇറ്റ്സ് ഗുഡ്. താങ്ക് യു. നമ്മൾ തിരിച്ചു പോകാനായിട്ട് ജെട്ടിയിൽ വന്ന് നിൽക്കുവാണ്. ഇതുണ്ടോ, പക്ഷേ ഇല്ല, ജെട്ടിയിൽ ഭയങ്കര ആക്ടിവിറ്റി. ഇന്ന് ഭയങ്കര നല്ല ദിവസമാണ്. അതുകൊണ്ടോ ഭയങ്കര ആക്ടിവിറ്റി ഫിഷിൻ്റെ. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ തിരിച്ചു പോകാൻ പോകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവം. അവിടെ സൂര്യൻ ഉദിക്കുന്നുണ്ട്. ഇപ്പോൾ ബോട്ട് വരും. നമ്മളുടെ ബോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇറങ്ങുവാണ്. പോട്ടെ സെൻസി. ഓക്കെ, താങ്ക് യു ഫോർ ദ ഫുഡ് ആൻഡ് കെയർ. ഓക്കെ, അപ്പോൾ ഇത് തന്നെ പോട്ടെ. അപ്പോൾ ജോഫിൻ സാറേ പോട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, പോട്ടെ. അടുത്ത പ്രാവശ്യം നാട്ടിൽ വരുമ്പോ അപ്പൊ നാട്ടിൽ വരുമ്പോ നിങ്ങൾ എന്തായാലും അങ്ങോട്ട് ഇറങ്ങട്ടോ. ഞങ്ങൾ അവിടെ എന്തായാലും അത് വേണം. അതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട്, അത് കയ്യിലൊക്കെ. ഓക്കെ, പോട്ടെ എന്നാ. ഓക്കെ, ശരി. ഇതെന്താ ചട്നിയോട് ചിക്കൻ അല്ലേ പറഞ്ഞു?